സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആണ്. സോ അത് നിങ്ങളുടെ നോട്ടിലുണ്ട് പലരുടെയും സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ നോട്ട് എടുത്തൊന്ന് ഒരു 5 മിനിറ്റ് നിങ്ങൾ വായിക്കുക. സോ ഞാൻ ഷെയർ ചെയ്താൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ എൻ്റെ മൈക്രോസോഫ്റ്റ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. മെക്കാനിക്കലിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു ഡെറിവേഷനാണ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഞാൻ മുകളിൽ മുതലേ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരാം. സോ ആർക്കെങ്കിലും എഴുതിയെടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ഇന്നലെ ക്ലാസ്സിൽ അബ്സെൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ടൈം ഡിപ്പെൻഡൻറ്റ്. പിന്നെ ക്ലാസ്സിൽ ആരോ ഫിസിക്സിന് എക്സ്ട്രാ കോച്ചിങ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എക്സ്ട്രാ കോച്ചിങ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ് തരാം. ആർക്കാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, കാരണം 1-2 കുട്ടികളെ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് ഷിയ മിസ് പറഞ്ഞത്. സോ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ആർക്കാ കൂടുതൽ ഫിസിക്സ് പറഞ്ഞു തരണ്ടേ എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുതരാം. കാരണം ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അവരെ പിന്നെയും ഒരു സ്പെഷ്യൽ ക്ലാസ് വിളിച്ചിരുത്തി പിന്നെ ഇത് തന്നെ പറയുന്നത് മോശമല്ലേ. സോ എനിവൺ നീഡ് സ്പെഷ്യൽ കോച്ചിങ് അവരെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ അതിന് മോശമൊന്നും വിചാരിക്കേണ്ട. ഞാനങ്ങനെ പറഞ്ഞതൊന്നും വിചാരിക്കേണ്ട. കാരണം മനസ്സിലാവേണ്ടത് നിങ്ങളെ കടമയാണ്. സോ നിങ്ങളെ ആവശ്യമാണ് മനസ്സിലാവേണ്ടത്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ വരിക, ചോദിക്കുക. ഇനിയല്ല, ക്ലാസ് മുഴുവൻ ഇപ്പം ഏതെങ്കിലും മൊഡ്യൂളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ക്ലാസ്സിൽ ഒരു മെജോറിറ്റിക്ക് മനസ്സിലായിട്ടില്ല മീൻസ് ഒന്നും കൂടി പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2-3 ആൾ വന്നിട്ട് പറയാം, ഒന്നും കൂടി എടുക്കണം സാർ, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ആ ക്ലാസ് എടുത്തരാം. നന്ദസ്വരൂപ് ഉണ്ടോ ക്ലാസ്സിൽ? നന്ദസ്വരൂപ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓ, നിന്റെ ഡി പി കണ്ടപ്പോൾ ഞാനത് ഗേളാന്ന് വിചാരിച്ചത്. നന്ദസ്വരൂപ് ഒക്കെ അവരെ നന്ദനാണോ എന്ന് വിചാരിച്ചത്. സോറി. ഫർസാൻ ഉണ്ടോ? ഫർസാൻ ക്ലാസ്സിലുണ്ട്. ഇതാ സ്കൾ ആരുടെ പ്രൊഫൈൽ പിക്ചറാണ്? സ്കൾ അശ്വന്താണോ? അശ്വന്ത് അനീഷാണോ? അല്ല സാർ, എന്റെയാണ്, യാദിഷിന്റെ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നലെ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, വി ഡിറൈവ്ഡ് ടൈം ഡിപെൻഡന്റ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ വാട്ട് ഈസ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ? എന്താണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഇക്വേഷൻ വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾസ് ഒബേ ചെയ്ത് ട്രാവൽ ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഇക്വേഷനാണ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ആൻഡ് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ സേസ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് psi, വേവ് ഫംഗ്ഷന്റെ വേരിയേഷൻ. അതായത് ഒരു ഡിസ്റ്റൻസ് എക്സ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ ടൈം ടി വേവ് ഫംഗ്ഷനിൽ എന്ത് മാറ്റങ്ങൾ വരും. സോ എന്താണ് വേവ് ഫംഗ്ഷൻ? വേവ് ഫംഗ്ഷൻ psi of xt എന്ന് പറഞ്ഞാൽ അതായിരുന്നു, ഇറ്റ് വാസ് ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ റെപ്രസെന്റിങ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന
മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇഫ് വി നോ ദ വേവ് ഫംഗ്ഷൻ വി ക്യാൻ ഡിറൈവ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഫ്രം ദിസ് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടിക്കിളിന് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് വേവ് ഫംഗ്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. Okay, so Schrodinger's equation says about the variation of wave function. Psi എങ്ങനെ മാറുന്നു, ടിയും എക്സും ഒക്കെ മാറുന്നു, അതാണ് Schrodinger's equation പറയുന്നത്. So initially deriving Schrodinger's equation നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി എന്തെടുത്തു, we assume a particle is moving in x direction. അല്ലെങ്കിൽ according to de Broglie's hypothesis a particle or a wave, particle അല്ലെങ്കിൽ wave, ഒരു wave എന്ത് ചെയ്യുന്നു, x directionൽ മൂവ് ചെയ്യുന്നു. നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, we can represent that using wave equation. നമുക്കതിനെ വേവ് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഇതായിരുന്നു ജനറൽ വേവ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. psi of xt is equal to a e raised to I k x minus omega t. ഇതിൽ k എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, k is the wave vector and what is omega, എന്തായിരുന്നു ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒമേഗ was angular frequency. കെയും ലാംഡ വേവ് ലെങ്ത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, k is equal to 2 pi by lambda ആൻഡ് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi mu. സോ വേവ് ഫംഗ്ഷൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എടുത്തു, psi of xt equal to some a raised to ikx minus omega t. After that we take two fundamental theorems in quantum mechanics. ക്വാണ്ടം മെക്കാനിക്സിലെ രണ്ട് ഫണ്ടമെന്റൽ തിയറംസ് എടുത്ത് ഈ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ വാസ് de Broglie's hypothesis. From de Broglie's hypothesis, lambda is equal to h by p or p is equal to h by lambda. So ഇതിൽ ചില മാത്തമാറ്റിക്കൽ വേരിയേഷൻസ് വരുത്തി we get k is equal to p by h cut. വേവ് വെക്ടറിനെ എന്ത് ചെയ്തു, മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതി. സിമിലർലി ഫ്രം Einstein's formula E is equal to h mu. സോ ഇതിലും ചില മാത്തമാറ്റിക്കൽ വേരിയേഷൻസ് നടത്തി നമ്മൾ എന്ത് ചെയ്തു, we write angular frequency omega in terms of energy E. ഒമേഗ എന്ന് പറയുന്നത് E by h cut. We can write as E by h cut എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് സോ നമ്മൾ എന്തായിരുന്നു, ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരുന്നു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. psi of xt equal to a raised to I kx minus omega t. കെയ്ക്കും ഒമേഗയ്ക്കും എക്സ്പ്രഷൻ കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കെയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, p by h cut സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർ ഒമേഗ we substituted E by h cut. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കെയ്ക്ക് പകരം p by h cut ആൻഡ് ഫോർ ഒമേഗ we write E by h cut. 1 by h cut ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. സോ psi of xt now becomes a raised to I by h cut px minus et. So this represents a wave function which representing a particle moving in positive x direction with momentum p and energy e. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൊമെന്റം പി യോടും എനർജി ഇയോടും കൂടി മൂവ് ചെയ്യുന്ന ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ് ഇത്. psi of xt is equal to a raised to I by h cut px minus et. Now പാർഷ്യൽ ഡിഫറൻഷിയേറ്റിംഗ്. സോ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ പാർട്ടിക്കിളിനെ, നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്തു, അതിനെ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ കിട്ടി. ആൻഡ് റീഅറേഞ്ചിങ് ദാറ്റ് എക്സ്പ്രഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഒന്നും കൂടി പറയാം, പി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ആഫ്റ്റർ ദാറ്റ് അത് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ, ഇനി ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വി ഗെറ്റ് അത് സൈ എന്ന ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. സോ ഇനി ഞാൻ കാണിക്കുന്നില്ല. സോ ഡോ സൈ ബൈ ഡോ ടി ചെയ്തപ്പോൾ മൈനസ് ഐ ഇ ബൈ എച്ച് കട്ട് സൈ എന്ന് നമുക്ക് കിട്ടി. ഓർ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. സോ പി സ്ക്വയർ സൈക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, ഇ സൈക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി റൈറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി? ഇറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ അല്ലെങ്കിൽ പി സ്ക്വയർ ബൈ 2m. Energy is given as p square by 2m. Now energy is p square by 2m. Now multiplying psi. Psi in a wave function in the right side we multiply e psi and p square by 2m over psi. So e psi is equal to p square by 2m over psi. E psi, what is e psi? From equation 6 we know what is
E psi. The equation 7 എന്ന് വെച്ചാൽ we know what is E psi. E psi എന്താണെന്ന് അറിയാം, I h cut dou psi by dou t. അതുപോലെ T square psi from equation 5, T square psi എന്തായിരുന്നു, minus h cut square dou square psi by dou x square. സോ അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ സൈക്കും ടി സ്ക്വയർ സൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഇക്വേഷനെ തന്നെ ഒന്ന് തലതിരിച്ച് എഴുതിയാണ് ഇവിടെ. അതായത് എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും നമ്മൾ സ്വാപ്പ് ചെയ്തു. സോ പി സ്ക്വയർ ബൈ 2m psi ഈസ് ഈക്വൽ ഇ സൈ. സോ ഈ സൈ എക്സ്പ്രഷൻ എഴുതുക, ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. അതുപോലെ പി സ്ക്വയർ സൈ എക്സ്പ്രഷൻ എഴുതുക, എന്തായിരുന്നു പി സ്ക്വയർ സൈ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ 1/2m മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ 1/2m എന്ത് ചെയ്തു, നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഈസ് ഈക്വൽ ടു ഇ സൈ. ഇ സൈ വാട്ട് ഈസ് ഇ, ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ആൻഡ് ദിസ് ഈസ് വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ വിച്ച് ഈസ് ടൈം ഡിപ്പെൻഡന്റ്. ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആണ് ഈ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻ. So this tells that, so this Schrodinger's equation tells that how wave function changes with x and t. ഈ Schrodinger's equation നമ്മളോട് പറയുന്നത് എന്താ, എക്സ് മാറുമ്പോൾ, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് മാറുമ്പോൾ എങ്ങനെ നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ മാറുന്നു, അല്ലെങ്കിൽ ടൈം മാറുമ്പോൾ എങ്ങനെ സൈ മാറുന്നു. സോ വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് സൈ? സൈ എന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വേരിയേഷൻ സംഭവിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടിയിലും കറസ്പോണ്ടിങ് വേരിയേഷൻസ് സംഭവിക്കുന്നു. സോ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസിൽ എങ്ങനെ വേരിയേഷൻ സംഭവിക്കുന്നു, സ്പേസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം വേരിയേഷൻ വരുന്നു, പല പ്രോപ്പർട്ടീസ് ഉണ്ടാവാം, എനർജി ഉണ്ടാവാം, മൊമെന്റം ഉണ്ടാവാം. ഓർ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ സം ടൈം ടി, ഒരു ടൈം ടി കഴിഞ്ഞാൽ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വേരിയേഷൻ ആണ് വരുന്നത്. ദിസ് ഈസ് ഡിഫൈൻഡ് ബൈ സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. നൗ ദിസ് ഇക്വേഷൻ ഈസ് വൺ ഡയമെൻഷണൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്താ, വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. ഞാൻ പറഞ്ഞ എന്താ, പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് അസ്യൂം ദാറ്റ് അവർ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ 3 dimension. അവിടെ പാർട്ടിക്കിൾ 3 dimensional സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് അവർ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ 3 dimensional സ്പേസ്. സോ instead of dou square psi by dou x square, so dou square psi by dou x square നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കോർഡിനേറ്റ്സ് വെച്ചും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ our expression becomes, so ഈ എക്സ്പ്രഷൻ വരും, if we are assuming our particle is moving in 3 dimensional space, the Schrodinger's equation becomes minus h cut square by 2m del square dou square psi by dou x square എന്ന് വരും. ഇവിടെ എന്ത് തോന്നുന്നു, we are using Laplacian operator. What is Laplacian operator? Laplacian operator means del square എന്ന് പറയുന്ന Laplacian operator is dou square by dou x square plus dou square by dou y square plus dou square by dou z square. So del square psi എന്ന് പറഞ്ഞാൽ എന്താ, dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square. So when we representing a 3-dimensional space, then the Schrodinger's equation becomes, ഇത് ഈ dou square psi by dou x square നെ റീപ്ലേസ് ചെയ്യുന്നത് എന്താണ്, 3-dimensional operator which is Laplacian operator. So our Schrodinger's 3-dimensional time dependent 3-dimensional equation becomes minus h cut square by 2m del square psi is equal to I h cut dou psi by dou t. This is 3-dimensional Schrodinger's equation. So നിങ്ങൾ 1-dimensional equation എഴുതിയിട്ടുണ്ടെങ്കിൽ this 3-dimensional equation കൂടി അതിൻ്റെ കൂടി നോട്ട് ചെയ്ത് വെക്കുക. വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ x വെച്ച് മാത്രമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ we are differentiating with 3 coordinates, so representing as this del square എന്ന ഓപ്പറേറ്ററിന്റെ പേരാണ് Laplacian operator. And also assume that particle is moving through a potential V. So 3-dimensional equation പറഞ്ഞു. Now assume that our particle is moving in a potential V. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു പൊട്ടൻഷ്യൽ ഫ്രീ റീജിയനെ കുറിച്ചായിരുന്നു. അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു, അതിനാകെ പൊസസ് ചെയ്യുന്ന എനർജി എന്തായിരുന്നു, കൈനറ്റിക് എനർജി മാത്രമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അസ്യൂം ദാറ്റ് അവർ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ത്രൂ എ പൊട്ടൻഷ്യൽ വി. ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡിൽ മൂവ് ചെയ്താൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ എനർജി. ഓർ എ പാർട്ടിക്കിൾ വിത്ത് മാസ് ഈസ് moving through a gravitational potential, it will feel a gravitational potential energy. So if our particle is moving through a potential V, then our expression becomes kinetic energy plus some potential energy, that is V of RT. So
സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 3-dimensional ഇക്വേഷന്റെ കൈനറ്റിക് എനർജി ടേം ആണല്ലോ ഇത് കൈനറ്റിക് എനർജി p²/2m ആയിരുന്നു. ഇതാണ് ഓപ്പറേറ്ററിന്റെ ടേംസിൽ എങ്ങനെ എഴുതിയത്. ദിസ് വാസ് p²/2m പ്ലസ് പൊട്ടൻഷ്യൽ വിയിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി വാണ്ട് ടു ആഡ് സം പൊട്ടൻഷ്യൽ എനർജി v that is added here, some v of rt. So Schrodinger's equation now becomes minus h²/2m del square plus v of rt all over psi. So ഈ ഓപ്പറേറ്റർ this expression all over psi, എന്താ psi കോമൺ ആണ്, സോ psi പുറത്തെടുത്തു, psi is equal to i h cut dou psi by dou t. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ മുഴുവൻ നമ്മളൊരു മറ്റൊരു ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു h, വിച്ച് ഈസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ മുഴുവനായിട്ട് നമ്മൾ മറ്റൊരു ഓപ്പറേറ്ററിന്റെ പേരിൽ വിളിക്കുന്നു, ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് h. സോ ഇത് മൊത്തം h ആണ്, ദിസ് ഈസ് ഓൾ h. സോ h over psi, h over operator psi is given as e psi. This is Schrodinger's time dependent equation. So Schrodinger's time dependent equation ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1-dimensional time dependent equation എഴുതുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, അത് 3-dimensional ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയറിന് എന്ത് ചെയ്യണം, ഡെൽ സ്ക്വയർ എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, 3-dimensional ഇക്വേഷൻ ആക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ആഫ്റ്റർ ദാറ്റ് വി വാണ്ട് ടു അപ്ലൈ എ പൊട്ടൻഷ്യൽ, ഒരു വി കൂടെ ആഡ് ചെയ്യണം. കാരണം ഇഫ് പാർട്ടിക്കിൾ, നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിൽ കൂടെ ആണെങ്കിൽ അതിനൊരു അഡീഷണൽ എനർജി ഉണ്ടാവും. ദർ വിൽ ബി അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ആറ്റ് വി, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് Schrodinger's time dependent equation. ഇത് Schrodinger's time dependent equationന്റെ സിമ്പിൾ ഫോം ആണ്. E is the energy eigenvalue, E is the energy eigenvalue and H is the Hamiltonian operator. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സോ എഴുതിയെടുത്തു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സോ ഇവിടെ മുതലാണ് ഇന്നലെ നിങ്ങൾ എഴുതിയത് Schrodinger's time dependent equation മുതലാണ് ഇത് ഇത്ര എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ബാക്കി എന്ത് ചെയ്യുക, പാർട്ടിക്കിൾ ഒരു പൊട്ടൻഷ്യൽ വിയിലൂടെ മൂവ് ചെയ്യുമ്പോൾ there will be an additional potential energy v. സോ ഇത് എഴുതിയെടുത്തോളൂ. ഫർസാൻ എഴുതണ്ട, ഫർസാൻ എന്ന് പറഞ്ഞാൽ പോരാ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 130. ആഷിഖുണ്ടോ ക്ലാസ്സിൽ? എഴുതുന്നുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഇതൊക്കെ ബുക്കിൽ കാണണം. ഷബീബ് എഴുതുന്നുണ്ടോ? ഷബീബ് ശരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ നോട്ട് എഴുതാത്ത ആളാണ് ഷബീബ്. നിയത ഉണ്ടോ ക്ലാസ്സിൽ? നിയത എഴുതിയെടുക്കുന്നുണ്ടോ?
ആഷ്ന ഉണ്ട് ക്ലാസ്സിൽ. ആഷ്ന അബ്സെന്റ് ആണ്. ഓക്കെ, സോ സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. സോ നേരത്തെ ഇക്വേഷൻ എന്താ, സൈ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡന്റ് ആയിരുന്നു. സൈ ടൈം മാറുമ്പോൾ നമ്മൾ സൈ മാറുന്നുണ്ട്. ദർ ഇസ് എ ചേഞ്ച് ഇൻ സൈ ഇറ്റ് സൈ, ഓർ ദാറ്റ് ഇക്വേഷൻ സേസ് അബൌട്ട് ഹൗ അവർ സൈ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ടൈം. ടൈം മാറുമ്പോൾ സൈ എങ്ങനെ മാറുന്നു, അതായിരുന്നു കഴിഞ്ഞ ഇക്വേഷൻ നമ്മളോട് പറഞ്ഞത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. സോ ഫസ്റ്റ് വൺ ഈസ്, വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ? ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് വിയിലൂടെ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ കാര്യം എടുക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ എനർജി? ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. Huda Shamsuddin had left the meeting. E is equal to kinetic energy plus potential energy. So E is equal to half mv square. Kinetic energy എന്ന് പറഞ്ഞാൽ എന്താ, half mv square plus potential energy നമ്മൾ v assume ചെയ്യുക. Now that means our energy is ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. എനർജീനെ, കൈനറ്റിക് എനർജീനെ നമുക്ക് മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതാൻ പറ്റും, പി സ്ക്വയർ ബൈ 2m. സോ കൈനറ്റിക് എനർജീനെ നമുക്ക് എന്ത് എഴുതാം? പി സ്ക്വയർ ബൈ 2m പ്ലസ് വി. അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, എക്സ്പ്രഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതിനെ ആ ഇക്വേഷന്റെ ഇക്വാലിറ്റി സൈനിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് പി സ്ക്വയർ ബൈ 2m ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി. വി പൊട്ടൻഷ്യൽ എനർജിയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു, ഇ മൈനസ് വി ആയി. അതിനെ കൊണ്ട് തലയിരിച്ച് എഴുതി. ദാറ്റ് മീൻസ് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇ മൈനസ് വി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. എന്നിട്ട് ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇ മൈനസ് വിനെ എന്ത് ചെയ്തു, ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. പി സ്ക്വയർ ബൈ 2m ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷനെ തലയിരിച്ച് എഴുതി. ദാറ്റ് മീൻസ് പി സ്ക്വയർ ബൈ 2m ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി. നൗ ഇ മൈനസ് വി എന്നത് ഒരു ബ്രാക്കറ്റിലേക്ക് ഇടുക. നൗ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് സൈ. ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ, ഇക്വേഷന്റെ രണ്ട് സൈഡിലും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് പി സ്ക്വയർ ബൈ 2m into psi is equal to E minus V over psi. P square by 2m into psi is equal to E minus V into psi. Now, what is P square psi? എന്താ P square psi? കഴിഞ്ഞ എക്സ്പ്രഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. This is equation 1. എന്തായിരുന്നു P square psi എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? കഴിഞ്ഞ ടൈം ഡിപെൻഡന്റ് ഇക്വേഷനിലേക്ക് പോവുക. P square psi എന്തായിരുന്നു? What was P square psi? P square psi was minus h cut square dou square psi by dou x square. അതെന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് P square psi is equal to, so P square psi is equal to, what is P square psi? Minus h cut square dou square psi by dou x square. സോ ഇവിടുത്തെ പി സ്ക്വയർ സൈ ഉണ്ടല്ലോ, ഈ പി സ്ക്വയർ സൈക്ക് പകരം എന്ത് ചെയ്യുക, ഇത് എഴുതുക. ദാറ്റ് മീൻസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു 1/2m മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി സൈ. ഹുദ എവിടെ പോയതാണ്? ഹുദ ഷംസുദ്ദീൻ എവിടെ പോയതാണ്? സർ നെറ്റ്വർക്ക് ഇഷ്യൂ. മനസ്സിലായി. പോയതല്ല, നെറ്റ് പോയതാ. ഞാൻ കേട്ടു, മനസ്സിലായി. ഓക്കെ, നൗ ഈ ഇക്വേഷൻ ഞാനൊന്നും കൂടി തലതിരിച്ച് എഴുതുകയാണ്. അഗെയിൻ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ?
ഇ മൈനസ് വി psi പ്ലസ് ഈ മുഴുവൻ ടേമിനെ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിനെ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇ മൈനസ് വി സൈ പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ 0 ഈക്വൽ ടു ഇ മൈനസ് വി. അതായത് ഈ മുഴുവൻ ടേമിനുണ്ടല്ലോ ഈ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ വോൾ ടേമിനെ ഞാൻ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 0 ആവും. ഇവിടെ ബാക്കി 0 ഉള്ളൂ. സോ 0 ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി സൈ പ്ലസ് ഇത് മൈനസ് സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതിക്കൂടെ? വി ക്യാൻ റൈറ്റ് ദിസ് as എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഒരു മാറ്റം വരുത്തുന്നില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ക്ലിയർ ആവുന്നില്ല. 0. ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ എഴുതി മാത്രമേ ഉള്ളൂ, അതിൽ യാതൊരു മാറ്റം വരുന്നില്ല. വോയിസ് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഹലോ, ഇപ്പോഴും പ്രശ്നമുണ്ട്? ഷബീബ് എന്താ ഉദ്ദേശിച്ച പ്രശ്നം ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ? അല്ല, അത് വോയിസ് ക്ലിയർ ഇല്ലായിരുന്നു ഇത്ര നേരം. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? കുഴപ്പമുണ്ട്. ഓക്കെ. സോ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇ മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0. Multiplying the whole equation with 2m by h cut square. ഈ മുഴുവൻ ഇക്വേഷനെയും 2m by h cut square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഈ ആദ്യത്തെ ടേമിനെ 2m by h cut square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റിയ, 3 റിയ ഉണ്ടല്ലോ, ഏതാ റിയ? റിയ ഫാത്തിമ. ആദ്യത്തെ ടേമിനെ 2m by h cut square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക? റിയ ഫാത്തിമ ക്ലാസ്സിലില്ല, ഉണ്ട്. പറ. ആദ്യത്തെ ടേമിന് 2m by h കട്ട് സ്ക്വയർ ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടേമിന് 2m by h കട്ട് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെ? വെറുതെ വീഡിയോ ഓണാക്കി ഓഡിയോ ഓണാക്കി വെച്ചിട്ട് പോയതാണ്. അല്ല, എന്നാ പറ. അക്കൊന്നും തിരിയുന്നില്ല. കീർത്തന പി. എന്ത് സംഭവിക്കും ആദ്യത്തെ ടേമിനെ 2m by h കട്ട് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ? എച്ച് കട്ട് ആവൂലേ? h കട്ട് സ്ക്വയർ ഇതാ 2m by ഇതാ, ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. ഇതാ 2m by h കട്ട് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യാണ് ആദ്യത്തെ ടേമിനെ. h കട്ട് സ്ക്വയറും ഇതും കട്ടായി പോകും, ഇതും കട്ടായി പോകും. സോ ഇവിടെ ഡോ സ്ക്വയർ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവിടെ ആകെ ബാക്കി ഉണ്ടാവുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മാത്രമായിരിക്കും. So multiplying the whole term with 2m by h cut square, that becomes dou square psi by ആദ്യത്തെ ടേമിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ടേമിന് എന്ത് ചെയ്യണം? 2m by h cut സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2m by h cut സ്ക്വയർ ഇൻറ്റു e minus v psi equal to 0, and this expression is called Schrodinger's time independent equation. ഈ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ.
ആദ്യത്തെ ഓൺലൈൻ ക്ലാസ്സിൽ റിയ ഫാത്തിമയ്ക്ക് ഇത് മതി, ഓൺലൈൻ ക്ലാസ് മതി എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മനസ്സിലാവാത്ത? അമ്മ ഒന്നും തിരിയുന്നില്ല. അതാണ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ഇന്നത്തെ ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരിഞ്ഞിന്. ഇന്നെടുത്ത ഒന്നും തിരിഞ്ഞിട്ടില്ല. റീജിയനിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദെൻ എന്താ V0 ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ത്രൂ എ പൊട്ടൻഷ്യൽ ഫ്രീ റീജിയൻ, അതായത് പാർട്ടിക്കിൾ ഫ്രീ പാർട്ടിക്കിൾ ആണെങ്കിൽ ദെൻ ദി ഇക്വേഷൻ ബിക്കംസ് ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m V0 പക്ഷെ ഇവിടെ ഈ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 2mb ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു psi ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ഒന്നുമില്ല, ഒരു പാർട്ടിക്കിളിനെ എടുക്കുന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾ? ആ പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്താണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ? അതിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. അല്ലെങ്കിൽ ഹാഫ് mv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജിനെ ഞാൻ വി എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി അസ്യൂം ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് വി. സോ ഹാഫ് mv² പ്ലസ് വി, അല്ലെങ്കിൽ ഹാഫ് mv² പകരം മൊമെന്റത്തിന്റെ ടേംസിലാണെങ്കിൽ എന്താ? t² ബൈ 2m. സോ എനർജി ഈസ് ഈക്വൽ ടു t² ബൈ 2m പ്ലസ് വി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുതാൻ പറ്റും, ഈ വിനെ ഈ സൈഡിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ദാറ്റ് ഈസ് ഇ മൈനസ് വി ഈസ് ഈക്വൽ ടു t² ബൈ 2m. അല്ലെങ്കിൽ t² ബൈ 2m ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി. എങ്ങനെ എഴുതാൻ പറ്റും? നൗ ഇതുവരെ ചെയ്തതെല്ലാം ആൾജിബ്രൈക് റീഅറേഞ്ച്മെന്റ് ആണ്. ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആൾജിബ്രൈക് റീഅറേഞ്ച്മെന്റ്, അതെങ്ങനെയാവുന്നതെന്ന് നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടേം ഈസ് മൾട്ടിപ്ലൈ വിത്ത് സൈ. വേവ് ഫംഗ്ഷൻ സൈ വെച്ച് എന്ത് ചെയ്തു? ഈ രണ്ട് എക്സ്പ്രഷന്റെ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷന്റെ രണ്ട് സൈഡിലും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും സൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് മൾട്ടിപ്ലൈ ഹിയർ വിത്ത് സൈ. So this become p² by 2m psi is equal to e minus v psi. നമുക്കറിയാം p² ഓവർ psi എന്താണ് നമുക്കറിയില്ലേ? p² psi ടൈം ഡിപെൻഡന്റ് ഇക്വേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. p² psi എന്താണ്? p² psi നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താ p² psi എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. p² മൊമെന്റം സ്ക്വയർ ഓവർ psi. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷിയേഷൻ ആണ്. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. p² psi എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. p² psi മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. സോ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതാണ് ഇവിടെ കാണുന്നത്. p² psiക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുന്നില്ലേ? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു 1/2m ഉണ്ട്, അതിവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചു, അത്രേ ചെയ്തുള്ളൂ. സോ 1/2m is equal to e minus v over psi. സോ ഇ മൈനസ് വി ഓവർ psi, ഈ ടേമിന് ഒരു മാറ്റവും വരുന്നില്ല. Now ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു? ഇ മൈനസ് വി ഓവർ psi അല്ലെങ്കിൽ ഈ ടേമിനുണ്ടല്ലോ, ഈ ഫുൾ ടേമിനെ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയറിനെ മൊത്തം ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ഇവിടെ എന്താ? ഇവിടെ 0. ദാറ്റ് മീൻസ് 0 ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി psi പ്ലസ് ഇപ്പുറത്തേക്ക് ഈ എക്സ്പ്രഷൻ മുഴുവൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ ആവും. ഓക്കെ, സോ ദാറ്റ് മീൻസ് 0 ഈസ് ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ. അല്ലെങ്കിൽ ഇതിനെ നേരെ തലതിരിച്ച് എഴുതി കഴിഞ്ഞാൽ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi പ്ലസ് ഇ മൈനസ് വി psi ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷന് മുഴുവൻ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആദ്യം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതിലെ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ക്യാൻസൽ ആയി പോകും. ഇവിടെ ആകെ ബാക്കിയുള്ളത് എന്താ? ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം 2m ബൈ എച്ച് കട്ട് സ്ക്വയർ കൊണ്ട്. മൾട്ടിപ്ലൈ ചെയ്തു. സോ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി. ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഒരു ഇക്വേഷനെ മുഴുവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. പക്ഷെ 0 ഇൻറ്റു 2m ബൈ എച്ച് കട്ട് സ്ക്വയർ എന്താ? 0 ഇൻറ്റു 2m ബൈ എച്ച് കട്ട് സ്ക്വയർ എന്താ? ആശിക്കേ 0. സോ ഇവിടെ 0 ആയി പോയി. സോ അവർ ഇക്വേഷൻ ബിക്കംസ് ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി psi ഈസ് ഈക്വൽ ടു 0. ഇതാണ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ഇനി v 0 ആണെങ്കിൽ ഇവിടെ ഈ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ രണ്ടാമത് എഴുതിയ എക്സ്പ്രഷൻ.
So comparing to Schrodinger's time dependent equation, Schrodinger's time dependent equation derivation compare ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് Schrodinger's time independent equation. പക്ഷേ ടൈം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഡിപെൻഡന്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിരിക്കും. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ എഴുതി തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലിൻബേസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ട്, ലിൻബേസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ പേഴ്സണൽ നോട്ട് ഉണ്ട് മൊഡ്യൂൾ 3, അതിൽ സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുക. അത് ഇതേപോലെയാണ്. കാരണം ടെക്സ്റ്റിൽ കോംപ്ലക്സ് ആയിട്ടാണ് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണ്ട, കാരണം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നോട്ട് ഈ ഒരു കാര്യത്തിന് നോട്ട് റെഫർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എഴുതിയെടുക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ എഴുതിയെടുത്തോ. ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എന്നിട്ടും വായിച്ചിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എഴുതിയവരുണ്ടെങ്കിൽ വായിച്ചു നോക്കുക, ഒന്നും കൂടി വായിച്ചു നോക്കുക. വന്ദന TV പറയുന്ന എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സംഭവം കത്തുന്നുണ്ടോ? മനസ്സിലായി നേറ്റ്. ഓക്കെ. സോ ഇക്വേഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താ, ഇതിന് ടൈം ഡിപ്പെൻഡൻസി ഇല്ല. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്താ, ഇറ്റ് ഓൺലി സേസ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് സൈ. എക്സ് മാറുമ്പോൾ, പൊസിഷൻ മാറുമ്പോൾ സൈ എങ്ങനെ മാറുന്നു അതിനെക്കുറിച്ച് മാത്രമാണ് ഇക്വേഷൻ പറയുന്നത്. ടൈം മാറുമ്പോഴുള്ള വേരിയേഷൻ ഈ ഇക്വേഷൻ ഡീൽ ചെയ്യുന്നില്ല. സോ ഇഫ് വി വാണ്ട് ടു ഇഗ്നോർ ദ ടൈം, നമുക്ക് ടൈം വേണ്ട, ടൈമിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കണമെങ്കിൽ വി ക്യാൻ ടേക്ക് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അതാണ് നമ്മൾ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത അവറിൽ ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ആ പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കും, സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആയിരിക്കും. സോ ഡിപെൻഡന്റ് ഇക്വേഷനേക്കാളും ഇമ്പോർട്ടൻറ്റും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളതും സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണ്. ഡെറിവേഷൻ സിമ്പിളുമാണ്. ഓക്കെ, സോ ടൈമായി. അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 4 5 6 7 absent. 8 9 10 ഉണ്ടോ? 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 absent. 30 29 ഉണ്ടോ? സ്വരാഗാന്ന് തോന്നുന്നു. സ്വരാഗ് 29. 28 ആണ് ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ആഷ്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഞാൻ വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും അറ്റൻഡൻസ് പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.